എല്ലാവരും നന്നായിട്ടുണ്ട്. പൊതുവെ നല്ല സിനിമ. നല്ല ഫിലിമാണ്. നല്ല സസ്പെൻസ് തുടക്കം മുതൽ അവസാനം വരെ ഉണ്ട്. നമുക്ക് ആരാണ് ഇത് ക്രൈം ചെയ്യുന്നത് അറിയാൻ പറ്റുന്നത് അവസാനം തന്നെ. നല്ല ഫിലിമാണ്, കണ്ടിരിക്കാൻ നല്ല ഫിലിമാണ്. നല്ല രീതിയിൽ എൻഗേജ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഫാക്ടർ ഒരുപാടുണ്ട്. ക്ലൈമാക്സ് പക്ക ടെസ്റ്റാണ്. കോശിയിലെ ബിജുവിനുടെ ഒരു നേച്ചർ ഉണ്ടല്ലോ, ആ നേച്ചർ തന്നെയാണ് ഇതിലും വന്നേക്കണത്. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് പ്രേക്ഷകർക്ക് നമ്മൾ കണ്ടിരിക്കുമ്പോഴത്തേക്ക്. ത്രില്ലർ ഫിലിംസിന്റെ ബേസ് നോക്കുമ്പോഴത്തേക്ക് ഒട്ടും ഒരു ബോറിംഗ് ഇല്ലാത്ത എൻഗേജിങ് ആയിട്ട് നിർത്താൻ പറ്റിയിട്ടുണ്ട് പടത്തിൽ. പക്ക സസ്പെൻസ് ഉണ്ട്, സസ്പെൻസ് ആണ്. ക്ലൈമാക്സ് ഒക്കെ പക്ക ട്വിസ്റ്റിലാണ് പടം നിർത്തിയേക്കുന്നത്. അപ്പം ഒരു ഡൗട്ടും ഇല്ല പറയാൻ പറ്റും, തിയേറ്റർ വാച്ചബിൾ തന്നെയാണ്. അടിപൊളിയാണ്. ജിസ്മോൻ ചേട്ടൻ്റെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഭയങ്കര അപ്രോച്ചാണ്. നല്ലൊരു ത്രില്ലറാണ്. നല്ല സിനിമയായിരുന്നു. പറഞ്ഞ ദൃശ്യത്തിന്റെ ഒരു വേറൊരു മോഡല് കാണും. രണ്ടുപേരും കട്ടക്കേട്ടക്ക് നീയ അടിപൊളി, അനുശ്രീ പറയാനുമില്ല. ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ആസിഫലിൻ്റെ ഒരു കമ്പാരിസൺ നമുക്ക് പറയാം. സ്ഥിരം ജിസോയ് ഫോമിലല്ല എന്നുള്ളതാണ് സംഭവം. ജിസോയിലെ മൂവി നമുക്കറിയാലോ, ഒരു നന്മ എലമെൻ്റ് ഉണ്ടാവും. പക്ഷേ ഇതിനകത്തില്ല, പക്ക കംപ്ലീറ്റ് ത്രില്ലാണ്. ട്രെയിലർ ഇറങ്ങിയപ്പോൾ കുറേ പേര് ചോദിച്ചായിരുന്നു ഒരു അയ്യപ്പൻ കോശി വൈബായിരിക്കും എന്നുള്ളത്. അങ്ങനെയല്ല, ഈഗോ ക്ലാഷ് ഉണ്ട് രണ്ടുപേരും തമ്മിൽ. പക്ഷേ ത്രൂ ഔട്ട് ഒരു ത്രില്ലിംഗ് എലമെൻ്റ് ആണ്. സ്റ്റാർട്ട് മുതൽ എന്തുവരെ ഒരു കൊലപാതകം, അത് ബേസിക് ത്രില്ലിങ്, അവസാനം സാറ്റിസ്ഫൈങ് ആയ അത്യാവശ്യം ട്വിസ്റ്റുള്ളൊരു ക്ലൈമാക്സും. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ബിജു മേനോൻ ആസിഫ് അലി കോമ്പിനേഷൻ നല്ല രസമുണ്ടായിരുന്നു, നല്ലൊരു റാപ്പും ഉണ്ടായിരുന്നു. നിരാശപ്പെടുത്തില്ല. എനിക്ക് തോന്നുന്നു ആസിഫ് അലിയെ കുറച്ച് നാൾക്ക് ശേഷം നല്ലൊരു കംബാക്ക് ആയിരിക്കും. ആൻഡ് ജിസോയ് പടം നമ്മൾ പറയില്ല, കാരണം അങ്ങനെ ആ ഒരു നന്മ ഇല്ല. കട്ട ഒന്നും പറയാനില്ല, പൊളിച്ചിന്. അതെ, ഒരു പുതിയ സ്റ്റൈൽ പോലീസ് സ്റ്റോറിയായത്. ത്രില്ലാണ്, ഓരോ നിമിഷം ത്രില്ലായിരുന്നു. മലയാള സിനിമേൻ്റെ സൂപ്പർ കാലഘട്ടമാണിത്. സൂപ്പർ കാലഘട്ടം, ഓരോന്നും ഹിറ്റാകുന്ന കാഴ്ചയാണ് കാണുന്നത്. അപ്പം കിടിലൻ പോലീസ് സ്റ്റോറിയായിരുന്നു. നല്ലൊരു വർക്കൗട്ടാണ്. നല്ല ജിസ്റ്റോയി നല്ലപോലെ ആലോചിച്ച് സംഭവം ചെയ്തേക്കുന്നത്. എന്തായാലും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ദീപക് ദേവ് ഒക്കെ ചെയ്തേക്കുന്നത് നന്നായിട്ടുണ്ട്. നല്ല ആളുകൾക്ക് പിടിച്ചിരുത്തുന്ന ഒരു പടമാണ്. കാരണം അത് നമുക്ക് ലാസ്റ്റ് എനിക്ക് സെക്കൻഡ് പാർട്ട് വരാനുള്ളൊരു സംവിധാനം വരെ ചെയ്ത് അവർ വെച്ചേക്കണമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം പോലീസ് കഥയാണല്ലോ, പോലീസ് കഥകൾക്ക് ഇനിയും വരാം. കാരണം ബിജു മേനോനും ആസിഫ് അലി എന്ന് പറഞ്ഞ നടന്മാരി നല്ല വർക്കൗട്ടായിട്ടുണ്ട്. അവർ രണ്ടും ശത്രുക്കളെ പോലുള്ളൊരു കഥാപാത്രങ്ങളാണ്. പക്ഷെ പിന്നീട് ഇവർ രണ്ടുപേരും കൂടെ ഒത്തുചേർന്നിട്ട് ആ കേസ് അന്വേഷണത്തിന് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെ കൊണ്ടുപോയത് കൊണ്ടാണ് പ്രതികളെയൊക്കെ പിടിക്കാൻ പറ്റുന്നത്. അത് ഒരു കഥയിൽ നിന്ന് വേറൊരു കഥയിലോട്ട് അങ്ങനെ പോയി പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന ഒരു സിനിമ തന്നെയാണ്. എല്ലാവരും തിയേറ്ററിൽ നിന്ന് നല്ല എക്സ്പീരിയൻസ് തിയേറ്ററിൽ. അതിൽ നല്ലൊരു പടമാണ് ജസ്റ്റ് വരും. കാരണം സൺഡേ ഹോളിഡേ ഒക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പടമാണ്. എത്ര പ്രാവശ്യം കണ്ടാലും മടുക്കാത്ത. പിന്നെ ആസിഫ് അലി എന്ന് പറഞ്ഞ നടനെ നമുക്കറിയാമല്ലോ, ബിജു മേനോൻ, ഇവരൊക്കെ ഒരുപാട് പോലീസ് കഥാപാത്രങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. എന്തായാലും നല്ലൊരു പടം, എല്ലാവരും തിയേറ്ററിൽ നിന്ന് കാണും. നമ്മൾ ചില ഇംഗ്ലീഷ് പടങ്ങളെ കുറിച്ച് പറയാറുണ്ട്, ഇങ്ങനെ ഇരുട്ട് പിഴിഞ്ഞ് വെളിച്ചം എന്ന് പറയുന്ന സംഭവമുണ്ട്. ഒറ്റ നോട്ടത്തിൽ ഭയങ്കര ജിസ് ഉപയോഗിച്ചിരുന്ന ഒരു ഫ്രീക്വൻസി അല്ല ഇത് വാസ്തവത്തിൽ, അല്ലേ, കാലാകാലങ്ങളായിട്ട്. പക്ഷേ കുറച്ചുകൂടി ഡാർക്ക് സൈഡ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് നിന്ന് ഇങ്ങനെ ഹ്യൂമൻ സ്പാർക്കുകൾ വരുന്നുണ്ട്. രണ്ടുപേരും തലവന്മാർ തന്നെയാണ്. ആരാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. രണ്ടുപേരും ഒരു നന്മമരം ആയിട്ടാണ് എപ്പോഴും ജിസ് മൂവീസിനെ കാണുന്നത്. പക്ഷേ ഇനി ജിസ് ഒരു ത്രില്ലർ കിങ് ആവും തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം ഇത് തുടക്കം തൊട്ട് അവസാനം വരെ നമുക്ക് ആരാണെന്ന് ഒരു ലൂപ്പ് ഹോൾ പോലും കൊടുക്കാതെ ഈ മൂവി പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു തീർത്തിട്ടുണ്ട്.